നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് S4 മാനുഫാക്ചറിംഗ് ടെക്നോളജിയിലെ മൊഡ്യൂൾ 5 ഷീറ്റ് മെറ്റൽ പാർട്ട് 2 മേജർ കണ്ടന്റ് ഷീറ്റ് മെറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് സ്പ്രിംഗ് ബാക്ക് പ്രസ് ബ്രേക്ക് ഫോമിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഹൈ റേഷ്യോ ഓഫ് സർഫസ് ഏരിയ ടു തിക്നെസ്സിനെയാണ് ഷീറ്റ് മെറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നിട്ട് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് ആണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ. അതേപോലെ തന്നെ തിക്നെസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നെക്കിങ്ങും ഫെയിലിയർ പോലുള്ള ഡിഫക്ട്സ് നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് പറയുക ഇലോങ്ങിനേഷൻ, ഗ്രെയിൻ സൈസ്, റെസിഡ്യുവൽ സ്ട്രെസ് എക്സെട്രയാണ്. ഇലോങ്ങിനേഷൻ അതായത് ഡക്റ്റിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇലോങ്ങിനേഷൻ എന്ന് പറയുക. അത് ഒരു ടെസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ട് സ്പെസിമെൻ എടുക്കാം. ആ രണ്ട് സ്പെസിമെൻ്റെയും എക്സ്റ്റൻഷൻ എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിന് തമ്മിൽ കമ്പയർ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അതിനുവേണ്ടി നമ്മൾ രണ്ട് മെറ്റീരിയലിനും ഒരു ടെൻസൈൽ സ്ട്രെങ്ത് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ടെൻസൈൽ സ്ട്രെസ് കൊടുത്ത് അതിനെ ഇലോങ്ങിനേറ്റ് ചെയ്യുന്നു. അത് ഏത് എമൗണ്ടിലാണ് ഫ്രാക്ചർ ഉണ്ടാകുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതനുസരിച്ച് രണ്ടിനെയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റിൽ എത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇലോങ്ങിനേഷൻ റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതുപോലെ തിക്നെസ് റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കതിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇവിടെ കാണുന്നതാണ് സ്ട്രെയിൻ മാർക്സ്. ഇലോങ്ങിനേഷൻ മൂലം ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെയിൻ മാർക്സിൻ്റെ ഒരു ഫിഗറാണ് നമ്മളിവിടെ കാണുന്നത്. അനൈസോട്രോപ്പി നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്രിസ്റ്റലോഗ്രാഫിക് അനൈസോട്രോപ്പി ആൻഡ് മെക്കാനിക്കൽ ഫൈബറിംഗ്. അതിനകത്ത് ക്രിസ്റ്റലോഗ്രാഫിക് അനൈസോട്രോപ്പി എന്ന് വെച്ചാൽ ഗ്രെയിൻ ഓറിയൻറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ മെക്കാനിക്കൽ ഫൈബറിംഗ് പറയുക അലൈൻമെൻറ്റ് ഓഫ് ഇമ്പ്യൂരിറ്റിയും വോയിഡും ഇൻക്ലൂഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളത് പറയുക. അതേപോലെ തന്നെ നമുക്ക് പ്ലെയിൻ ഓഫ് ഷീറ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനെ പ്ലാനർ അനിസ്ട്രോപ്പി എന്ന് പറയും. തിക്നെസ് ഓഫ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനെ നോർമൽ അനിസ്ട്രോപ്പി എന്നും പറയും. ഗ്രെയിൻ സൈസ് നമ്മൾ നോർമലി ഗ്രെയിൻ സൈസ് പറയുക അതിൻ്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ഒരു ഗ്രെയിൻ സൈസ് നോർമലി ചെറുതാണെങ്കിൽ നമുക്ക് മോർ സർഫസ് ഫിനിഷ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റെസിഡ്യുവൽ സ്ട്രെസ്സസ് എന്ന് വെച്ചാൽ നമുക്കൊരു നോൺ യൂണിഫോം ഡിഫോർമേഷൻ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമുക്ക് ഒരു പോർഷനിൽ ഓവർ സ്ട്രെസ് കൊണ്ട് ടെൻസൈൽ റെസിഡ്യുവൽ സ്ട്രെസ് കാരണം സ്ട്രെസ് കൊറോഷൻ ക്രാക്കിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പർലി അതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു ഫെയിലിയർ ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചില ഫാക്ടേഴ്സാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഷീറ്റ് മെറ്റൽ എയർക്രാഫ്റ്റ് ബോഡി, ഓട്ടോമൊബൈൽ ബോഡി, ഡൊമസ്റ്റിക് പർപ്പസസ്, ബിവറേജ് ക്യാൻ എക്സെട്ര. സ്പ്രിംഗ് ബാക്ക് അതായത് നമ്മളൊരു പഞ്ച് യൂസ് ചെയ്ത് ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ഡിഫോർമേഷൻ്റെ ലാസ്റ്റ് അതിൻ്റെ ഇലാസ്റ്റിക് എനർജി അതിനകത്ത് തന്നെ റിമൈൻ ചെയ്യും. നമ്മളതിന് ലോഡ് മാറ്റിക്കഴിഞ്ഞാലും ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ഒരു ഡിഫോർമേഷൻ റിക്കവർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. തിരിച്ച് പഴയ പൊസിഷനിലേക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഡിഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഈ ഒരു മെറ്റീരിയൽ കാണിക്കും. ഇതിനെയാണ് നമ്മൾ സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുക. അതായത് പാർഷ്യൽ റിക്കവറി ടുവേർഡ്സ് ഒറിജിനൽ ഷേപ്പ്. ഇതിനെയാണ് സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുക. ഒന്നുകൂടെ പറയാം, പാർഷ്യൽ റിക്കവറി ടുവേർഡ്സ് ഒറിജിനൽ ഷേപ്പ്. അതായത് നമുക്കിത് എങ്ങനെ മാക്സിമം ഈ ഒരു സ്പ്രിംഗ് ബാക്ക് എന്ന് വെച്ചാൽ ഒരു ഡിഫക്റ്റ് ആണ്. ഇതിനെ എങ്ങനെ മാക്സിമം റെഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഓവർ ബെൻഡിങ് കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് മോർ ബെൻഡിങ് കുറേ കൂടെ നന്നായിട്ട് തന്നെ ബെൻഡ് ചെയ്ത് അതിന് തിരിച്ചു വരാത്ത രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഫക്റ്റ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് സ്പ്രിംഗ് ബാക്ക് എന്ന് പറയാം. സ്പ്രിംഗ് ബാക്ക് നമ്മൾ കാണുന്നത് സ്പ്രിംഗ് ബാക്കിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പഞ്ചുണ്ട്, ഒരു പാഡുണ്ട്, നമ്മുടെ ഷീറ്റ് മെറ്റൽ അതിന് നടുക്ക് വെച്ചിട്ടുണ്ട്, താഴെ ഡൈ ഉണ്ട്. ഇവിടെ നമ്മുടെ പഞ്ച് കൊണ്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം സെക്കൻഡ് പോർഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഡൈയുടെ ഷേപ്പിലേക്ക് നമ്മുടെ ഷീറ്റ് മെറ്റൽ കൺവേർട്ട് ആവുന്നു. പാഡ് നമ്മളതിനെ ആ ഒരു ഷീറ്റ് മെറ്റലിനെ സപ്പോർട്ട് ചെയ്യുക.
അതിൻ്റെ തേർഡ് ഫിഗറിൽ നമുക്ക് കാണാം ആ ഒരു ഷീറ്റ് മെറ്റൽ ഒരു ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് ഫിഗറിൽ ഒരു സ്പ്രിംഗ് ബാക്ക് എഫക്റ്റ് ഉണ്ട്. അതായത് തിരിച്ച് അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് പോകാനുള്ള ശ്രമം ആ ഒരു മെറ്റീരിയൽ നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ സ്പ്രിംഗ് ബാക്ക് എന്ന് പറയാം. അതായത് ഇറ്റ്സ് എ പാർഷ്യൽ റിക്കവറി ടുവേർഡ്സ് ഒറിജിനൽ ഷേപ്പ്. ഗ്രെയിൻ സൈസ്. നമ്മൾ നോർമലി ഗ്രെയിൻ സൈസ് പറയുക അതിൻ്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ഒരു ഗ്രെയിൻ സൈസ് നോർമലി ചെറുതാണെങ്കിൽ നമുക്ക് മോർ സർഫസ് ഫിനിഷ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കോമൺ ആയിട്ട് പ്രസ് ബ്രേക്കിംഗ് ഫോമിംഗ് ഓപ്പറേഷൻ നമ്മൾ സിമ്പിൾ ഫിക്സ്ചേഴ്സിൽ പ്രസ്സസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കിതിനകത്ത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രസ് ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡൈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വുഡ്, സ്റ്റീൽ, കാർബൈഡ് ഒക്കെയാണ് നമ്മളിവിടെ ഡൈ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് സ്പ്രിംഗ് ബാക്കും പ്രസ് ബ്രേക്ക് ഫോമിങ്ങിൻ്റെയും നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് സ്പ്രിംഗ് ബാക്ക്. താങ്ക് യു.